കഴിഞ്ഞ ദിവസമാണ് ഞാൻ യൂട്യൂബിൽ ഗ്രാനി എന്ന് പറഞ്ഞ ഹൊറർ ഷോർട്ട് ഫിലിം കാണുന്നത്. ഏത് നമ്മുടെ അനന്തരാമൻ്റെ അപ്പൂപ്പൻ ആൻഡ് ദി ബോയ്സും നിസ്സാരവും ഒക്കെ ചെയ്തിട്ടുള്ള അനന്തരാമൻ റൈറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ ഇത് കാണാനുള്ള മെയിൻ ക്യൂരിയോസിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ മറ്റേ റോസ്റ്റ് ചെയ്ത്, അതായത് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ള പടങ്ങൾ റോസ്റ്റ് ചെയ്ത് വറുത്തെടുത്ത ആളാണ്. അപ്പോൾ പുള്ളി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അറിയാലോ പുള്ളിക്ക് തിരിച്ചൊരു റോള് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് പടം കയ്യിൽ നിന്ന് പോയാൽ. അപ്പോൾ പക്ഷെ സിനിമ അത് നിസ്സാരം ചെയ്തിട്ടുള്ള ആളാണ്. നിസ്സാരത്തിൽ പുള്ളിയുടെ ഒരു ജീനിയസ് ഫേസ് ആണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല ഈ റോസ്റ്റിംഗ്, പുള്ളിയുടെ അപ്പൂപ്പൻ ആൻഡ് ദി വോയ്സിലെ റോസ്റ്റിംഗ് കാണുമ്പോൾ നമുക്കറിയാം പുള്ളിക്ക് നല്ല ഫിലിം സെൻസ് ഉള്ള ഒരാളാണെന്നുള്ളതും. പിന്നെ രോമാഞ്ചം എന്നുള്ള സിനിമയിൽ ഇതിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ഗഗനചാരിയിലൊക്കെ ഉണ്ട്. ഇപ്പൊ ഗ്രാനി എന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യം, വി എക്സ്പെക്ട് നത്തിങ് ലെസ് ഫ്രം അനന്തരാമൻ. വെറുതെ ഗംഭീര സിനിമയാണ്. ഒരു ഷോർട്ട് ഫിലിം എന്നുള്ളത് പോലെ എനിക്ക് തോന്നിയില്ല. സിനിമ കണ്ടപ്പോൾ ഭയങ്കര അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ആ ഗ്രാനി ആയിട്ടുള്ള അമ്മച്ചി, പിന്നെ മറ്റേ ചെറുപ്പക്കാരൻ, എല്ലാവരും വെറുതെ ഗംഭീര സിനിമ. എനിക്കൊരു ഇപ്പോൾ ഒബ്സെഷൻ, ഇപ്പൊ കറണ്ട് ആയിട്ട് നോക്കിയ ഒരു ഒബ്സെഷൻ എന്നുള്ള സിനിമയാണല്ലോ ഹോളിവുഡിൽ, ആ ഒരു ലെവലില് സൂപ്പർ നാച്ചുറൽ ഹൊററും അല്ല, വേറെ, അതായത് ത്രൂ ഔട്ട് ഒരു സൈക്കോളജിക്കൽ ഹൊറർ വേറൊരു സാധനമാണ്. യൂട്യൂബിലാണല്ലോ, അതുകൊണ്ട് ടി വിയിൽ ഇപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നല്ല വോളിയത്തിലൊക്കെ വെച്ച് ഇരുട്ടത്തിരുന്നാണ്ട്, അപ്പോൾ അങ്ങനെ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് അത് ശരിക്കൊരു ഫീച്ചർ ഫിലിമൊക്കെ കാണുന്ന ആ ഒരു അത്രയും ക്വാളിറ്റി ഉണ്ടായിരുന്നു. നല്ല ഗംഭീര ഡയറക്ഷനാണ്. പിന്നെ അതിൻ്റെ ആ സ്റ്റോറിയും എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ സിനിമാ പ്രേമികളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്താണെങ്കിലും മിസ്സാകാതെ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയും കൂടിയാണ് ഗ്രാനി എന്നാണ് എനിക്ക് പറയാനുള്ളത്.